ഹായ് കൂട്ടുകാരെ, ഇന്ന് ഇഞ്ചിക്കറി വെക്കാൻ പോവുകയാണ്. അതിന് ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് അരിഞ്ഞു. ഇത് വെളിച്ചെണ്ണയാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുന്ന ഇഞ്ചി ഇട്ട് മൂപ്പിക്കാം. ചൂടായില്ല, ഇഞ്ചി ഇടാൻ പോവുകയാണ്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പം നല്ലതുപോലെ മൂപ്പിച്ചിത് വാങ്ങിയിട്ട് വേണം. ഇഞ്ചി മൂത്ത് തുടങ്ങി. മൂക്കുന്ന ഉടനെ കോരി എടുത്ത് വെച്ചിട്ട് വേണം. ഇഞ്ചി കോരി വെക്കാൻ പോവുകയാണ്. ഇത് കോരി വെച്ചിട്ട് ചുവന്നുള്ളി, പച്ചമുളകും കൂടെ വഴറ്റി. പച്ചമുളകും ഉള്ളിയും കൂടെ വഴറ്റാനിട്ട് ഇതും വറുത്ത് കോരണം. ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കാര്യം, ഇഞ്ചിക്കറിക്ക് സ്വല്പം കായം ചേർക്കും, അല്ലെങ്കിൽ ഇച്ചിരി കായപ്പൊടി. ഇതിനെ മൂക്കണം. സ്വല്പം കായവും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് അത് മൂക്കട്ടെ. ഇങ്ങനെ മൂത്ത് കഴിയുന്നുടനെ നമുക്ക് പൊടിച്ചിട്ട്, ഇത് മൂക്കുന്നുടനെ ഇതിനകത്ത് മുളക് പൊടി, ഉലുവപ്പൊടിയാണ്, അല്ല വേറെ ഒന്നും ചെയ്യണ്ട. ഉള്ളി മൂത്തു, ഉള്ളി വറുത്ത് തുടങ്ങി. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി. ഇതിട്ടൊന്ന് ഇളക്കി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇത്രയും സാധനം തണുത്ത് കഴിഞ്ഞിട്ട് ഇത് പൊടിച്ചു കൊണ്ടുവന്ന് കടുക് വറുത്തിട്ട് ഇനി ഇത് കടുക് വറുത്ത് നമ്മുടെ ഇഞ്ചിക്കറിക്ക് കടുക് വറുത്തിട്ട് പുളിവെള്ളം കൊണ്ട് ഒഴിച്ച് തിളപ്പിച്ച് ഉടനെ ഇഞ്ചിക്കറി റെഡി. കടുക് പൊട്ടുന്നത് നമ്മുടെ ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ പൊടിച്ചെടുത്ത് ഇതിൻ്റെ കൂടിയിട്ട് ഒരു ചെറിയൊരുണ്ട പുളിവെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമില്ല, ഇത് തിളപ്പിച്ച് കുറച്ച് ഉപ്പും കൂടെ. ചിലരിതിനകത്ത് ശർക്കര ഇടും, നമ്മൾ ശർക്കര ഇടുന്നില്ല. ഭയങ്കര എരിയുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കരയോട് ഇട്ടാൽ, മധുരം വേണ്ടുന്നവർക്ക് ശർക്കര ഇട്ടാൽ നല്ലതാണ്. നമ്മുടെ ഇഞ്ചിക്കറി റെഡി. ഇനി വേറൊരു പാത്രത്തിലോട്ടാക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് സ്വല്പം ശർക്കരയും കൂടെ ചേർത്താൽ കുറേ കൂടെ നല്ലതാണ്. ഇത് 2 ദിവസത്തേക്ക് ഇരിക്കുകയാണ്. ശർക്കര ചേർത്താലോ ഒരു ഇതായിട്ട് വരുമെന്ന് വിചാരിച്ചാൽ ശർക്കര ചേർക്കാതെ എടുത്തു വെച്ചത്. ശർക്കരയൊക്കെ ചേർത്തോ അല്ലാതെയോ വെച്ചിട്ട് നല്ല ഇഞ്ചിക്കറിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. സ്വല്പം കായമൊക്കെ ചേർത്തത് കൊണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.